മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനവറുകൾ നഗ്നപാതനായിട്ടാണ് നടക്കാറുള്ളത്. എന്താണ് അങ്ങനെ അദ്ദേഹം നഗ്നപാതനായി ചെരുപ്പിടാതെ നടക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആ കഥ പറയാം. മഹാനവറുകൾ ജാഹിലിയ കാലത്ത് അദ്ദേഹം എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം രാത്രി വീട്ടിൽ കൂട്ടുകാരുമൊത്ത് ചീത്ത കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലിൽ മുട്ടൽ കേട്ടു. അപ്പോൾ ഭൃത്യൻ ചെന്ന് വാതിൽ തുറന്നു നോക്കി. ആരാണ്? ആ വന്നയാൾ ചോദിച്ചു, ഈ വീട്ടുകാരൻ സ്വതന്ത്രനാണോ അതോ അടിമയാണോ എന്ന്. ഭൃത്യൻ പറഞ്ഞു, ഇവിടുത്തെ മുതലാളി സ്വതന്ത്രനാണ്. ഭൃത്യന്റെ മറുപടി കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഓ, അടിമയാണെങ്കിൽ ഈ തെറ്റുകളൊന്നും അദ്ദേഹം ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്നയാൾ തിരിച്ചുപോയി. ഭൃത്യൻ വാതിലൊക്കെ അടച്ച് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ വന്നത്? അവ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നു. അയാൾ എന്താ ചോദിച്ചത്? അയാൾ ചോദിച്ചു, ഈ വീട്ടുകാരൻ സ്വതന്ത്രനാണോ അടിമയാണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു സ്വതന്ത്രനാണ്. അയാൾ എന്ത് പറഞ്ഞു? അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്, അടിമയാണെങ്കിലേ ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ പോയോ? അയാൾ പോയി. ഉടനെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അയാളെ തിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ചെരുപ്പിടാതെ അയാളെ തിരഞ്ഞുകൊണ്ട് പോയപ്പോൾ അങ്ങാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ഉടനെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു? അതെ, വന്നിരുന്നു. എന്താണ് ചോദിച്ചത്? ഈ വീട്ടുകാരൻ സ്വതന്ത്രനാണോ അടിമയാണോ എന്ന് ചോദിച്ചു. നിങ്ങളെ ഭൃത്യം പറഞ്ഞു, അത് സ്വതന്ത്രനാണ്. അടിമയാണെങ്കിൽ തെറ്റ് ചെയ്യൂലല്ലോ, സ്വതന്ത്രനായത് കൊണ്ടാണല്ലോ തെറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട്, വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ അടിമയാണ്. മണ്ണൊക്കെ വാരി തലയിലിട്ടുകൊണ്ട് പറഞ്ഞു. മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ അടിമയാണ്, യജമാനന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് തെറ്റുകളൊക്കെ പൊറുക്കല്ലെ തേടിക്കൊണ്ട് മഹാനവറുകൾ റബ്ബിലേക്ക് തിരിഞ്ഞു. പിന്നീട് അദ്ദേഹം നഗ്നപാതനായിട്ടാണ് നടക്കാറുള്ളത്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ബിശ്റുൽ ഹാഫി എന്ന് പേര് വരാനുള്ള കാരണം. മഹാന്മാരുടെ ചെറിയൊരു ചോദ്യങ്ങൾ മതി ചിലവർക്ക് ഹൃദയം സംശുദ്ധമാകാനും റബ്ബിലേക്ക് വഴി നടക്കാനും. അത് യഥാർത്ഥ മഹാന്മാരാകണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുവാനും അവനെ പുൽകാനും അവന്റെ സ്നേഹം പിടിച്ചുപറ്റാനും അവനെ സ്നേഹിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.